രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരു ആറ്റം ബോംബ് എറിഞ്ഞുവെന്നാണ് ഇവിടുത്തെ സോ കോൾഡ് മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിയുമായി കൂട്ടുകൂടി 25 സീറ്റുകളിൽ വോട്ട് ചോർത്തിയെന്നും ബാംഗ്ലൂർ സെൻട്രലിൽ 11,000 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരും 40,000 വ്യാജ വിലാസങ്ങളും 33,000 ഫോം 6 തട്ടിപ്പുകളും ഉണ്ടെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. മഹാരാഷ്ട്രയിൽ വൈകിട്ട് 5:30 ശേഷം വോട്ടർമാർ പെട്ടെന്ന് കൂടിയതും CCTV ഫൂട്ടേജ് മാഞ്ഞു പോയതും സംശയാസ്പദമാണ് എന്നും അതിന് തങ്ങളുടെ കൈവശം 100% തെളിവുണ്ട് എന്നും രാഹുൽ ഗാന്ധി ആരോപിക്കുന്നുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഇതൊക്കെ വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നും 2024 കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു പരാതി പോലും നൽകിയിട്ടില്ല എന്നുമാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വോട്ടർ പട്ടിക പരിശോധിക്കാൻ കോൺഗ്രസിന്റെ ബൂത്ത് ഏജന്റുമാരുണ്ടായിരുന്നില്ലേ? ഈ വൻ തട്ടിപ്പ് അപ്പോൾ എന്തേ കണ്ടുപിടിച്ചില്ല? ആ സമയത്ത് അത് കണ്ടുപിടിക്കാതെ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതെങ്ങനെയാണ് ജനങ്ങൾക്ക് വിശ്വസിക്കാനാവുക? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ കൃത്യമായ അടിസ്ഥാനം വേണം. രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണെങ്കിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഈ ജാഗ്രത കാണിക്കണമായിരുന്നു. അങ്ങനെയെങ്കിൽ മോദി വീണ്ടും അധികാരത്തിൽ വരില്ലായിരുന്നല്ലോ. ആദ്യം വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കാണിക്കുന്നു എന്ന ആരോപണമാണ് രാഹുലും കോൺഗ്രസും ഉന്നയിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് തെളിയിക്കാൻ പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നിരുന്നു. അത് തെളിയിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഇപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് എന്ന ആരോപണമാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് എന്ന വാദമൊന്നും എനിക്കില്ല. അത് ഗുരുതരമായ കുറ്റമാണ്. ഇന്ത്യൻ ജനതയോട് ചെയ്ത വലിയ ചതിയാണ്. ഇത് സത്യമാണോ? രാഹുൽ ഗാന്ധി പറയുന്നതിൽ വാസ്തവമുണ്ടോ എന്നറിയാൻ സ്വതന്ത്രമായ അന്വേഷണം നടത്തുക തന്നെ വേണം. അതിനിവിടുത്തെ കോടതിയും നിയമ സംവിധാനങ്ങളുമെല്ലാം ഒരുമിച്ച് ഇറങ്ങേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ സംശയത്തോടുകൂടി സമീപിക്കുന്ന ആളുകളെ തെറ്റു പറയാൻ പറ്റുമോ? ഈ പുലി വരുന്നേ എന്ന് എപ്പോഴും പറഞ്ഞ് അവസാനം യഥാർത്ഥത്തിൽ പുലി വന്നാൽ പോലും ആളുകൾ വിശ്വസിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകും. അതേ അവസ്ഥ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നതും. എപ്പോഴും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അതൊടുക്കം തെളിയിക്കപ്പെടാതെ പോകുന്ന ഒരു ചരിത്രം രാഹുൽ ഗാന്ധിക്ക് നേരത്തെ മുതലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി ഓരോരോ ആരോപണങ്ങളായി മുന്നോട്ട് വരുമ്പോഴും ജനങ്ങൾ അതിന് സംശയദൃഷ്ടിയോടുകൂടി മാത്രമാണ് നോക്കിക്കാണുന്നത്. ചില BJP നേതാക്കൾ ഉന്നയിക്കുന്നത് കോൺഗ്രസിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റ് കിട്ടിയെങ്കിലും അതൊരു പരാജയമായി തന്നെയാണ് ജനങ്ങൾ കാണുന്നത് എന്നും അതിനെ മറച്ചു പിടിക്കാൻ വേണ്ടിയാണ് രാഹുലും കോൺഗ്രസും ഇത്തരത്തിലുള്ള ഒരു നാടകവുമായി എത്തിയിരിക്കുന്നതെന്നുമാണ്. എന്തായാലും ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അത്രയും അധികം ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യയെ പോലെ ഇത്രയും അധികം ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതുപോലൊരു ക്രമക്കേട് നടന്നുവെങ്കിൽ അത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. പിന്നെ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ച മോദിക്കെതിരെ ഇവിടെ കുറെ സഖാക്കൾ രംഗത്ത് വരുന്നത് കണ്ടു. ഏത് മരിച്ചവർ പോലും പുനർജനിച്ചു വന്ന് വോട്ട് ചെയ്യുന്ന കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളുള്ള അതേ കേരളത്തിലെ സഖാക്കൾ. നമ്മുടെ ചാനൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ 500ഓളം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ്. വീഡിയോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണം.